റെക്ടിഫയർ സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾ +2 ക്ലാസ്സിൽ തൊട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു എ സിനെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സർക്യൂട്ട് ദാറ്റ് കൺവേർട്ട്സ് എ സി ടു ഡി സി. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡയോഡാണ്. സെമി കണ്ടക്ടർ ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എ സിനെ ഡി സി ആക്കി മാറ്റുന്നത്. ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി എ പി എൻ ജംഗ്ഷൻ. When it is forward biased, it will conduct electricity. When it is reverse biased, it will not allow current to flow through it. അപ്പോൾ ഈ ഡയോഡിൻ്റെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. It's actually a diode. It's a diode. This is a symbol of the diode. ഇതിൻ്റെ ഈ എൻഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുക. ഇതിനെ നമ്മൾ അതിൻ്റെ കാഥോഡ് എന്ന് പറയും. When a positive voltage is given at this end and a negative voltage at this end, it will conduct current. നേരെ തിരിച്ച് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ we call it as the PN junction is reverse biased, it will not carry current. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു എ സി നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയോഡിലെ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ഇൻസ്റ്റൻറ്റിൽ ദിസ് ഡയോഡ് വിൽ കണ്ടക്ട് and we will get this part will at the output. During the reverse negative half cycle, it will not conduct. അപ്പോൾ ഒരു ഡയോഡിൽ കൂടി ഇതിൽ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ you will get a pulsating direct current. ആക്ച്വലി ഇത് ഒരു 100% അതൊരു ഡി സി ആയിട്ട് മാറിയിട്ടില്ല. you will get a pulsating direct current. നമുക്ക് നമ്മളൊരു റെക്ടിഫയറിൻ്റെ ആവശ്യമായി എന്താണ് ഒരു റെക്ടിഫയർ സർക്യൂട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. ഒരു സിംഗിൾ ഡയോഡിൽ കൂടി ഒരു എ സി വോൾട്ടേജ് കടത്തി വിടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ഇതിനെയാണ് നമ്മൾ ഒരു ഫുൾ വേവിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി കിട്ടും. അപ്പം ഇങ്ങനെ ഒരു ഡയോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എ സിനെ ഡി സി ആക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്നലിൻ്റെ ഒരു ഹാഫ് മാത്രമേ റെക്ടിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതിൽ ബേസിക്കലി വേണ്ടത് നമ്മുടെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഡിവൈസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന് ചെറിയ വോൾട്ടേജിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൻ്റെ നമ്പർ ഓഫ് വൈൻഡിങ്സ് വളരെ കൂടുതലും സെക്കൻഡറിയിലെ വൈൻഡിങ്സ് കുറവുമായിരിക്കും. സോ യു വിൽ ഗെറ്റ് എ ലോ വോൾട്ടേജ് എ സി സിഗ്നൽ അറ്റ് ദി ഔട്ട്പുട്ട്. ഇതാണ് നമ്മളൊരു സാധാരണ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 500 മില്ലി ആംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ലൈൻ കറണ്ട് ആംബിയർ അല്ല, 500 മില്ലി ആംബിയർ. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ള സാധാരണ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ദിസ് ഈസ് എ സി സപ്ലൈ, ഹൈ വോൾട്ടേജ് എ സി സപ്ലൈ. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ അതിന് നമുക്കൊരു ലോ വോൾട്ടേജ് എ സി ആയിട്ട് കിട്ടുന്നു. ഈ സിഗ്നലിനെ യു ആർ ഗെറ്റിംഗ് എ സിഗ്നൽ ലൈക്ക് ദിസ്, ലോ വോൾട്ടേജ് സിഗ്നൽ. ഇതിൻ്റെ ഒരറ്റത്ത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ഒരു എൻഡ് നമ്മൾ ഡയോഡിലേക്ക് കൊടുക്കുന്നു. ഡയോഡിൻ്റെ അറ്റത്ത് നമ്മളൊരു റെസിസ്റ്റൻസിലേക്ക് കൊടുക്കുന്നു. റെസിസ്റ്റൻസിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ മറ്റേ അറ്റത്തേക്ക് കൊടുക്കുന്നു. സോ ഇറ്റ് ഫോംസ് എ ക്ലോസ് സർക്യൂട്ട്. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദീസ് റെസിസ്റ്റൻസ് കൂടി ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. നൗ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഇതിൽ കൂടി നമ്മൾ നോക്കുക, ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ യു വിൽ ഗെറ്റ് എ വോൾട്ടേജ് അക്രോസ് ദീസ് റെസിസ്റ്റർ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വോൾട്ടേജ് ഇങ്ങനെ കൂടി മാക്സിമം വന്നു, വീണ്ടും കുറഞ്ഞ് 0 ആവുന്നു. അതേപോലെ അതിനനുസരിച്ച് ഈ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ കൂടി ഒരു മാക്സിമം എത്തി, വീണ്ടും കുറഞ്ഞ് 0 ആകും. അതിനനുസരിച്ച് ഈ ലോഡ് റെസിസ്റ്റൻസ് RL അക്രോസ് ആയുള്ള വോൾട്ടേജ് അത് ദാറ്റ് ഈസ് ഈക്വൽ ടു I into RL.
ഐ ഇൻറ്റു ആർ എൽ ആണ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ് വി എൽ. അത് കുറഞ്ഞ് കൂടി മാക്സിമം വന്നു സീറോയിലേക്ക് എത്തുന്നു. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും, കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്യും, ലോഡ് റെസിസ്റ്റൻസിലെ കറണ്ട് ഇൻക്രീസ് ചെയ്തൊരു മാക്സിമം എത്തും, വീണ്ടും കുറഞ്ഞ് സീറോ ആകും. സോ യു വിൽ ഗെറ്റ് എ വേരിയേഷൻ ഇൻ ദിസ് കറണ്ട്. സോ യു വിൽ ഗെറ്റ് എ പൾസേറ്റിംഗ് ഡി സി ഹിയർ. ഓക്കെ, നൗ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഒരു ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ബ്രെഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഡിവൈസ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് വിശദമായിട്ട് കാണാം. ഇതുപോലുള്ള കുറേ പോയിന്റുകളുണ്ട് അല്ലേ, ഇതിൽ കുറേ ഹോളുകൾ ഇങ്ങനെ കാണാം. 1, 2, 3, 4, 5. ഇവിടെ ഇങ്ങനെ ഈ പോയിന്റുകളെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മളൊരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഒരു ലെഗ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെസിസ്റ്റൻസ് R1, ഇത് വേറെ റെസിസ്റ്റൻസ് R2 ആയിട്ട് കണക്ട് ചെയ്യണം. വേറൊരു റെസിസ്റ്റൻസ് R2 ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ഒരു ലെഗ് ഈ ഹോളിലേക്ക് താത്തുക. സോ ദിസ് ഈസ് R1. ഇതിന് മറ്റേ എൻഡ് ഇവിടെ ഒരു ഹോളിലേക്ക് താത്തുക, ഈ ലൈനിൽ ഒരു ഹോളിലേക്ക് താത്തുക. ഇനി അത് R2ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ദെൻ R2ൻ്റെ ലെഗ് ഈ ലൈനിലെ ആ വേറൊരു ഹോളിൽ നിന്ന് എടുക്കുക. ദെൻ യു കണക്ട് ഇറ്റ് ടു അനദർ പോയിന്റ്. അപ്പോൾ എന്താ, ഈ ലൈനിലുള്ള ഈ പോയിന്റുകൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താലും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താലും ഇത് രണ്ടും പരസ്പരം ഇന്റേണലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ R1ഉം R2ഉം തമ്മിൽ ഇവിടെ എന്ത് ചെയ്തു, ഈ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഈ കണക്ഷൻസ്, ഇന്റേണൽ ആയിട്ടുള്ള കണക്ഷൻസ് ഈ ലൈനുകളിലെല്ലാം പരസ്പരം ഇന്റേണലി കണക്റ്റഡ് ആണ്. പക്ഷേ ഇതും തമ്മിൽ കണക്റ്റഡ് അല്ല. ഇവിടെയും ഈ സെക്ഷനിലുള്ള എല്ലാ ഇതുപോലുള്ള ഈ വെർട്ടിക്കൽ ലൈൻ, ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനുകളെല്ലാം പരസ്പരം ഇങ്ങനെ കണക്റ്റഡ് ആണ്. പക്ഷെ ഒരു ലൈൻ തൊട്ടടുത്ത ലൈനുമായിട്ട് കണക്റ്റഡ് അല്ല. അതുപോലെ ഈ ലൈൻ ഇതിന് ഇപ്പുറത്തുള്ള ഈ ലൈനുമായിട്ട് കണക്റ്റഡ് അല്ല. അവിടെയും ഈ ലൈനിലുള്ള എല്ലാ പോയിന്റുകളും പരസ്പരം കണക്റ്റഡ് ആണ്. അത് തൊട്ടപ്പുറത്തുള്ള പോയിന്റുകളുമായിട്ട് യാതൊരു വിധത്തിലും കണക്റ്റഡ് അല്ല. ഇതേപോലെയാണ് പറയുന്നത്. അതേസമയം ഇതിൻ്റെ സൈഡിലുള്ളത് ഈ രണ്ട് ലൈനുകൾ ഇതിങ്ങനെ നീളത്തിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഈ സർക്യൂട്ടുകളിൽ ഇങ്ങനെയുള്ള കമ്പോണൻസുകളൊക്കെ ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്കതിന് പരസ്പരം കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് വേണമെങ്കിൽ, നമ്മൾ ഈ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് വേണമെങ്കിൽ ഇതിലൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് നമുക്കിതിൽ ചെയ്യണം. നമ്മളെങ്ങനെ ചെയ്യും നോക്കുക. നമ്മൾ ജസ്റ്റ് ഞാൻ ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് തൊട്ട് നമുക്ക് വരയ്ക്കാം. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി, ഓക്കെ, ഇവിടുന്ന് തന്നെ എടുക്കാം അല്ലേ. സെക്കൻഡറി ഇങ്ങനെ കൊണ്ടുവരുന്നു, ഈ വയർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഈ തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് ഞാനൊരു ഡയോഡ് തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. അതിലേക്ക് അതിൻ്റെ ഒരു ഡയോഡിൻ്റെ ലെങ്ത് പിയുടെ എൻഡ് ഇവിടെ കൊടുക്കുന്നു. മറ്റേ എൻഡ് കൊണ്ടുപോയിട്ട് ഇതാ ഇവിടെ ഒരു ഇതിലേക്ക് കൊടുത്തു. ഇനി ഈ എൻഡിൽ നിന്ന് തന്നെ ഇതിലേക്ക് കോണ്ടാക്റ്റുള്ള ഇനി എന്താ എടുക്കേണ്ടത്, റെസിസ്റ്റൻസ് എടുക്കേണ്ടത്. റെസിസ്റ്റൻസ് ഇതേ ലൈനിലുള്ള അടുത്ത ഹോളിൽ നിന്ന് ഞാൻ റെസിസ്റ്റൻസ് എടുക്കുന്നു. അടുത്ത ഹോളിൽ നിന്ന് ഞാനൊരു റെസിസ്റ്റൻസ് എടുക്കുന്നു. റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇതാ ഞാൻ ഈ പോയിന്റിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് വരുന്ന കണക്ഷൻ അല്ല, ഒരു സെക്കൻഡറിയിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇത് ഡയോഡിൻ്റെ അറ്റത്ത് കൊടുത്തു. ബിക്കോസ് all these two points are in the same line. ദെൻ ഡയോഡ് കൊണ്ടുപോയിട്ട് റെസിസ്റ്റൻസിലേക്ക് കൊടുത്തു. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RL ആണ്. ഇത് രണ്ടും ഒരേ ലൈനിലാണ്. ദെൻ റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. ഈ സർക്യൂട്ട് പൂർത്തിയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ എൻഡിൽ നിന്ന് എന്തിലേക്ക് കൊടുക്കണം, ഈ സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്യണം. സോ ലെറ്റ് us check. സെക്കൻഡറിയിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് എവിടെ കൊടുക്കണം, എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഈ ലൈനിലുള്ള വേറൊരു പോയിന്റിലേക്ക് കൊടുക്കുക. നൗ ഈ സർക്യൂട്ട് എന്താണോ ആ സർക്യൂട്ട് നമ്മളിവിടെ ഫോം ചെയ്തു. ഇനി നമ്മളൊരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട്
ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട്മീറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ സപ്പോസ് വി ഹാവ് വോൾട്ട്മീറ്റർ, അതിൻ്റെ പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്. പോസിറ്റീവ് ടെർമിനൽ നേരെ കൊണ്ടുവന്നിട്ട് റെസിസ്റ്റൻസിന് അക്രോസ് അല്ലേ, ഇത് ഇവിടെയുള്ള ഈ പോയിന്റിലെ ഈ ലൈനിലുള്ള ഏത് പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ഈ എൻഡിലെത്തും. സോ വി ക്യാൻ കണക്ട് ഫ്രം ഹിയർ. ഈ എൻഡിൽ കൊടുത്തു. മറ്റേ എൻഡ് റെസിസ്റ്റൻസിൻ്റെ മറ്റേ എൻഡിലേക്ക് കൊടുക്കണം. മറ്റേ എൻഡിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ലൈനിലുള്ള ഏത് പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും റെസിസ്റ്റൻസിൻ്റെ ഇത് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കാം. അതായത് ഈ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ ഈ എൻഡിലും ഈ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ മറ്റേ എൻഡിലും എത്തി. നൗ ദ കണക്ഷൻ ഈസ് ഓവർ. നമ്മൾ സോൾഡർ ചെയ്യാനോ കൂട്ടി തിരിച്ച് കണക്ട് ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ സർക്യൂട്ട് അവിടെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എന്തുകൊണ്ടാണ് ഈ ബ്രെഡ് ബോർഡിൽ ഈ കണക്ഷൻസ്, ഇങ്ങനെയുള്ള ഈ കണക്ഷൻസ് പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം നോക്കുക. ഈ ലൈനുകൾ ഇതിൻ്റെ ഉള്ളിൽ പരസ്പരം ഇതെല്ലാം എന്താണ്, ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. പക്ഷേ ഇതും തമ്മിൽ പരസ്പരം കണക്റ്റഡ് അല്ല. ഈ ലൈനുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക. ഇത് അതായത് നമ്മൾ ശരിക്കും ഇങ്ങനെയൊരു ഇതുപോലുള്ള ഒരു ഷീറ്റ്, ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റ് നമ്മളിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കി രണ്ട് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളും കൂടി ചിലത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ലെഗ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അടുത്തേലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്പരം കോണ്ടാക്റ്റിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഇവിടെ റിയലൈസ് ചെയ്ത് ഒന്നും കൂടി ഇവിടെ കാണിച്ചു തന്നെന്ന് മാത്രം. നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡയോഡ് IN 4001 അല്ലെങ്കിൽ 4007 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ്. അതിൻ്റെ P എൻഡ് എന്ന് പറയുന്നത് ഇതാണ്, N എൻഡ് ഇതാണ്. N എൻഡിലെ പ്രത്യേകത എന്ന് വെച്ചാൽ N എൻഡിൽ വൈറ്റ് കളറിലുള്ള ചെറിയൊരു അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള ചെറിയൊരു ബാൻഡ് ഉണ്ടാവും, സിൽവർ ബാൻഡ് അറ്റ് ദി എൻഡ്. അതുകൊണ്ട് അത് എൻ സൈഡാണെന്ന് വിചാരിക്കാം, മനസ്സിലാക്കാം. സോ ദിസ് ഈസ് ദ കണക്ഷൻ. നേരത്തെ കാണിച്ച കണക്ഷൻ ഒന്നുകൂടി കാണിച്ചിരിക്കുന്നു. വോൾട്ടേജ് ഇവിടുന്ന് എടുക്കാം. ദിസ് ഈസ് ദ കേസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒന്നും കൂടി കാണിച്ചിരിക്കുന്നു. അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽ മെഷർ AC വോൾട്ടേജും മെഷർ ചെയ്യുക, അതുപോലെ തന്നെ DC വോൾട്ടേജ് മെഷർ ചെയ്യുക. അതിൻ്റെ റിപ്പിൾ ഫാക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, VAC/VDC. ദാറ്റ് ഈസ് കോൾഡ് ദ റിപ്പിൾ ഫാക്ടർ. AC വോൾട്ടേജ് ബൈ DC വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പിൾ ഫാക്ടർ കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഫുൾ വേവ് റെക്ടിഫയർ ആണ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യേണ്ടത്, അല്ല നമുക്ക് ലാബിൽ ചെയ്യേണ്ടത്. ഫുൾ വേവ് റെക്ടിഫയറിൽ എന്താണ് എന്ന് നോക്കാം. So this is a circuit diagram of a full wave rectifier. ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ 2 ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2 ഡയോഡുകൾ, ഒന്ന് D1 ഒന്ന് D2. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെയാണ്. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ 2 ഔട്ട്പുട്ട് ടെർമിനൽസ് ആണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇതിന് പക്ഷേ 3 ഉണ്ടാവും. ഒന്ന് സെൻറ്ററിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ ഒരറ്റത്തു നിന്നുള്ളടുത്ത് നേരിട്ട് ഒരു ഡയോഡിൻ്റെ Pയിലേക്ക് കൊടുക്കുന്നു, പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ എൻഡിലിനടുത്ത് അടുത്ത ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും N എൻഡുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നു, കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സെൻറ്ററിൽ നിന്നുള്ള കണക്ഷൻ നേരെ എടുത്തിട്ട് ഒരു റെസിസ്റ്റൻസിൽ കൂടി 2 N സൈഡുകളിലേക്ക് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ ഡയോഡ്, ദിസ് ഈസ് P ആൻഡ് ദിസ് ഈസ് N. ഈ രണ്ടിൻ്റെയും P എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ 2 അറ്റത്തുള്ള ടെർമിനലിലേക്ക് കൊടുക്കുന്നു. സെൻറ്ററിലുള്ളത് ഒരു റെസിസ്റ്റൻസിൽ കൂടി നമ്മൾ ഈ രണ്ടും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നത് N സൈഡുകൾ ജോയിൻ ചെയ്തതിലേക്ക് കൊടുക്കുന്നു. ഈ ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയും.
സാധാരണഗതിയിൽ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും എഴുത്ത് നിങ്ങൾ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 909 എന്ന് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ 606 എന്ന് എഴുതിയിട്ടുണ്ടാവും. 606. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ടെർമിനലിലേക്ക് വരുന്ന മാക്സിമം വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 6 വോൾട്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും 6 വോൾട്ട്. അപ്പോൾ ഈ എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ എൻഡിലേക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ 606 പകരം ആദ്യത്തെ കേസിൽ 2 ടെർമിനൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 909 ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ടെർമിനലും അക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 18 വോൾട്ടാണ് കാണിക്കുക. സോ യു വിൽ ഗെറ്റ് എ ലാർജ് ബിഗ് സിഗ്നൽ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്ററിനെ അടിസ്ഥാനമാക്കി മുകളിലുള്ളതിലേക്ക് 9 വോൾട്ടും താഴെയുള്ളതിലേക്ക് വീണ്ടും 9 വോൾട്ടും. യു വിൽ ഗെറ്റ് സിഗ്നൽസ് ലൈക്ക് ദിസ്. പീക്ക് വോൾട്ടേജ് ഈ കേസിൽ 0 to 9 വോൾട്ടേജ് വരിക. സെൻറ്റർ ടാപ്ഡ് ഉപയോഗിച്ചില്ലെങ്കിൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 18 വോൾട്ട് വരും. പീക്ക് ടു പീക്ക് വോൾട്ടേജ് സെൻറ്റർ ടാപ്ഡ് ഉപയോഗിക്കാത്ത കേസിൽ ഇതിൻ്റെ ഇരട്ടി വരും. സെൻറ്റർ ടാപ്ഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ കിട്ടുന്നത്? ടെർമിനലിലേക്ക് അക്രോസ് സൈഡ് ലൈൻ ഹാഫേ വരുള്ളൂ. സോ യു വിൽ ഗെറ്റ് 9 വോൾട്ട് പീക്ക് ടു പീക്ക് വോൾട്ടേജ് വരുന്ന വിധത്തിലുള്ളൊരു സിഗ്നലാണ് ഈ സെൻറ്റർ ടാപ്പിങ്ങിനും ഇതിനും ഇടയിൽ വരിക. അഗെയിൻ 9 വോൾട്ടേജ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് വരുന്ന ഒരു സിഗ്നലാണ് ഈ സെൻറ്റർ ടാപ്പിനും താഴത്തെ ഈ ടെർമിനലിനും അക്രോസ് ആയിട്ടുണ്ടാവുക. ഈ ടെർമിനലിനെ വേണമെങ്കിൽ നമുക്ക് 1 എന്നും ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 എന്നും വിളിക്കാം. With respect to the center tap, 1 is having plus 9 volt and 2 is also having 9 volt. Positive half cycle 1 will be at plus 9 volt. Peak to voltage is plus 9 volt വരും. Negative half cycle 2 എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ 1 എന്ന് പറയുന്നത് -9 വരും. ഇതിങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ എന്ത് വരും? -9 വോൾട്ടേജ് വരും. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ +9 വോൾട്ട് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് വരുന്നു, ഇവിടെ നെഗറ്റീവ് ആകുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് വരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന കേസിൽ ഈ എൻഡ് പോസിറ്റീവ് +9 വോൾട്ടാണ്, ഇത് 0 വോൾട്ടാണ്, ഇത് അതിനനുസരിച്ച് -9 വോൾട്ടാണ്. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയസ്ഡ്. സോ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. ഒരു കറണ്ട് ഇതിൽ ഇങ്ങനെ വന്ന് സെൻറ്റർ ടാപ്പിൽ കൂടി വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണെങ്കിലോ ഡയോഡ് D2 ഈസ് റിവേഴ്സ് ബയസ്ഡ്. ഡയോഡ് D2 വിൽ നോട്ട് കണ്ടക്ട്. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺലി ഡയോഡ് D1 വിൽ കണ്ടക്ട്. അത് ഈ കറണ്ട് ഇതിലെ കൂടി ഇങ്ങനെ പാസ് ചെയ്യും. ഇതിനെ ക്രോസ് ആയുള്ള വോൾട്ടേജ് I/RL വോൾട്ടേജ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാം. വോൾട്ട്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0യിൽ നിന്ന് തുടങ്ങി ഒരു ഈ സിഗ്നൽ എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതിനനുസരിച്ച് 0യിൽ നിന്ന് തുടങ്ങിയ മാക്സിമം എത്തി കുറഞ്ഞ് 0യിലേക്ക് വരും. Now what happens during negative half cycle? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ +9 വോൾട്ടിന് വരെ -9 വോൾട്ട് വരും. D1 ഈസ് റിവേഴ്സ് ബയസ്ഡ്. ഇവിടെ -9 വോൾട്ട് ആകുമ്പോൾ ഇവിടെ +9 വോൾട്ട് ആവും. D2 ഈസ് ഫോർവേഡ് ബയസ്. D2 വിൽ കണ്ടക്ട്. D2 വിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് എങ്ങനെയാണ് പോകുന്നതൊക്കെ ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ വന്ന് റെസിസ്റ്റൻസ് കൂടി ഇറങ്ങി തിരിച്ചിങ്ങനെ വരും. സോ the D2 will conduct, so you will get a current here. Second peak. So you will get പൾസേറ്റിംഗ് ആയിട്ടുള്ള DC തന്നെയാണ് കിട്ടുന്നത്. എക്സൈറ്റ് ആയിട്ടുള്ള DC തന്നെയല്ല കിട്ടുന്നത്. പക്ഷേ 2 ഹാഫ് സൈക്കിളും നമുക്കിവിടെ കിട്ടി. ഇവിടെയും നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ആയുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ AC വോൾട്ടേജും DC വോൾട്ടേജും ഇതിനെ ക്രോസ് ആയിട്ട് മെഷർ ചെയ്യാം. അതിൻ്റെ റിപ്പിൾ ഫാക്ടർ ഈറ്റ എന്ന് പറയുന്നത് VAC/VDC. ദാറ്റ് ഈസ് കോൾഡ് ദ റിപ്പിൾ ഫാക്ടർ ഓഫ് ദി ഫുൾ വേവ് റെക്ടിഫയർ. ശ്രദ്ധിക്കുക, നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉള്ളതുപോലെ തന്നെ 3 ടെർമിനൽ ഇവിടെ ഉണ്ടാവും. ഒന്ന് സെൻറ്റർ ടാപ്ഡ് ഇത് ഇവിടെ ഒരു T1 T3 12-0-12 ട്രാൻസ്ഫോമർ. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീരിയൽ നമ്പർ എന്ന് കൊടുക്കുക. ലോഡ് റെസിസ്റ്റൻസ് 100, 200, 300, 400 എക്സെട്ര എടുക്കുക. വോൾട്ടേജ് ഉപയോഗിച്ച് AC വോൾട്ടേജ് മെഷർ ചെയ്യുക. DC വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസ് കൂടെ DC വോൾട്ടേജ് മെഷർ ചെയ്യുക. എഫിഷ്യൻസി VAC/VDC ആണ്. ഇനി ഇതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന റെക്ടിഫയറിൽ നമ്മൾ സെൻറ്റർ ടാപ്ഡ് ഡയോഡിൻ്റെ ആവശ്യമില്ല.
സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ നാല് ഡയോഡുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൺ ഈസ് D1, ഇതിൻ്റെ പി എൻ, ഡയോഡ് D2, ഇതിൻ്റെ പി ഇവിടെ, എൻ ഇവിടെ. ദിസ് ഈസ് ഡയോഡ് D4, പി ഇവിടെ, എൻ ഇവിടെ. ഡയോഡ് D3, പി ഇവിടെ, എൻ ഇവിടെ. ഓക്കെ, പി എൻഡിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അപ്പോൾ ഈ ടെർമിനൽ, ഈ ഡയോഡിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസ് നമ്മൾ കൊടുക്കുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയോഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ബോർഡിൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടി ചേരുന്ന പോയിന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ എത്ര പോയിന്റുകളുണ്ട് ഇവിടെ ഈ ചെറിയ ഈ ലൂപ്പിൽ, ഡയോഡിൻ്റെ ഈ ബ്രിഡ്ജിൽ? ഇവിടെ ഒരു പോയിന്റ്, ഇപ്പോൾ ഇവിടെ എൻ ടൈപ്പും ഇതിൻ്റെ പി ടൈപ്പും ജോയിൻ ചെയ്യുന്നതാണ്. പോസിറ്റീവ് നെഗറ്റീവിൽ എൻ ടൈപ്പും പി ടൈപ്പും ജോയിൻ ചെയ്യുന്നതാണ്. ഇവിടെയോ 2 എൻ ടൈപ്പുകളാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെയോ 2 പി ടൈപ്പുകളാണ് ജോയിൻ ചെയ്യുന്നത്. അതേസമയം ഈ പോയിന്റിലോ ഒരു എൻ ടൈപ്പും ഒരു പി ടൈപ്പും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ എന്നും പിയും കൂടെ ജോയിൻ ചെയ്യുന്ന 2 ജംഗ്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് D2 വിൽ കണ്ടക്ട്. D2 കണ്ടക്ട് ചെയ്യും. കറണ്ട് ഇതിൽ വരും, ഇങ്ങനെ വന്ന് ഇതിലെ കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഡയോഡ് D2, D1 കണ്ടക്ട് ചെയ്യില്ലല്ലോ, ഇവിടെ പോസിറ്റീവ് അല്ലേ. D1 ഈസ് റിവേഴ്സ് ബയസ്, D2 ഈസ് പോസിറ്റീവ് ആയ, D1 വിൽ നോട്ട് കണ്ടക്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇങ്ങേ എൻഡിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പോയിന്റിൽ നെഗറ്റീവ് വരുന്നു. ഈ നെഗറ്റീവ് വരുമ്പോൾ D3 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ്, D1 എന്ന് പറയുന്നത് പോസിറ്റീവ് ബയസ്ഡ്, ഫോർവേഡ് ബയസ്ഡ് ആണ്. D1നെ എന്നിലേക്കാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. സോ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് D2 കയറി, D2 നിന്ന് നേരെ ലോഡ് റെസിസ്റ്റൻസിൽ കൂടി വന്ന് ഇങ്ങനെ വന്ന് ഇതിലെ കൂടി ഇങ്ങനെ കയറി ഈ ഡയോഡ് D4 കയറി സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആകും. സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D2 and D4 will conduct and current will flow through the resistance in this direction. ഈ ഡയറക്ഷനിലേക്ക് പോകും. ഇനി ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു വിചാരിക്കാം. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരുന്നു. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നത് ഡയോഡ് D2 will not conduct but D1 will conduct. D1 കണ്ടക്ട്. ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഏതാ കണ്ടക്ട് ചെയ്യുക? D3 will conduct. ഇവിടെ പോസിറ്റീവ് വരുന്നു, D4 will not conduct, D3 will conduct. സോ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് D3യിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലേക്ക് കയറി ലോഡ് റെസിസ്റ്റൻസ് കൂടെ കയറി ഇങ്ങനെ വന്ന് D1 കയറി കറണ്ട് ഇങ്ങനെ പോകും. അതായത് ഈ ലോഡ് റെസിസ്റ്റൻസിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും. സോ യു വിൽ ഗെറ്റ്, സോ DC ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഇതിനെ റെക്ടിഫൈ ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിയും എന്നും മനസ്സിലാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയോഡിൻ്റെ ഈ എൻഡിൽ ഒരു വെള്ള കളറിലുള്ള ഒരു ബാൻഡ് ഉണ്ടാവും. അത് എന്നും മറ്റത് പിയും ആയിട്ട് എടുക്കണം. ആ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് എങ്ങനെ സർക്യൂട്ടിൽ റിയലൈസ് ചെയ്യാൻ നോക്കും. ഇവിടെ നോക്കുക, ഒരു ഡയോഡിൻ്റെ എൻ ഇവിടെ വന്ന് ചേരുന്നു, ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ വന്ന് ചേരുന്നു, വീണ്ടും ഈ പോയിന്റിൽ എന്നും ചേരുന്നു. ഈ പോയിന്റ് നോക്കുക, ഈ പോയിന്റിലേക്കാണ് ഇതിവിടെ രണ്ട് പോസിറ്റീവ് വന്ന് ചേരുന്ന എൻ്റെ അവിടെ കാണിച്ചിരിക്കുന്നല്ലേ. ഓക്കെ, ഇവിടെ ഈ പോയിന്റ് നോക്കൂ, 2 പോസിറ്റീവുകൾ വന്ന് ചേരുന്നു. എൻ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇത് എൻ ഇവിടെ വന്ന് ചേരുന്നു, പോസിറ്റീവ് ഇവിടെ നിന്ന് വരുന്നു ചേരുന്നു. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ദിസ്, this point is this and this point is this. ഇവിടെ ഏതാ? എന്നും പ്ലസും, ദിസ് പോയിന്റ് നെഗറ്റീവും പിയും എന്നും. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ദിസ്. then what about this? this is this point. 2 എൻ സൈഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്നു. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതേപോലെ കൊടുക്കുന്നു. ഇത് 2 പിയും എന്നും വന്ന് ജോയിൻ ചെയ്യുന്ന സൈഡ് നോക്കുക, ഈ ലൈനിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഔട്ട്പുട്ട് ടെർമിനൽ കൊടുക്കുന്നു. ഇവിടെയും പിയും എന്നും വന്ന് ജോയിൻ ചെയ്യുന്നതാണ്, ഇവിടെ കൊടുക്കുന്നു. ഈ 2 പോയിന്റ് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അതിന് അക്രോസ് ആയിട്ട് നമ്മൾ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് വോൾട്ടേജ് മീറ്ററും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം.
ഓക്കെ. ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കറിയാം, ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ ഡി സി. ഇങ്ങനെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി ആണ്. അത് പ്യുവർ ഡി സി ആക്കണമെങ്കിൽ നമ്മളൊരു ഫിൽറ്റർ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ഫിൽറ്ററാണ്. ട്രാൻസ്ഫോമർ ഫുൾ വേ റെക്ടിഫയർ ആണ്. ഇതിൻ്റെ ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൊടുക്കുന്നു. കപ്പാസിറ്റർ കൊടുത്ത് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഈ വേരിയേഷൻ, വലിയ വേരിയേഷനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഏകദേശം ഇങ്ങനെയുള്ള വലിയ വേരിയേഷനൊക്കെ ഏകദേശം ഒഴിവായി ചെറിയൊരു വേരിയേഷനായിട്ട് നമുക്കിവിടെ കിട്ടും. പക്ഷെ 100% വേരിയേഷൻ ഒഴിവാവില്ല. സോ ഓൾമോസ്റ്റ് എ ഡി സി ഔട്ട്പുട്ട് വിൽ ഗെറ്റ്. ഫുൾ വേ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിലും ഇതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ഇൻപുട്ട് സിഗ്നൽ ഇതാണ്. ലോഡ് റെസിസ്റ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ലോഡ് റെസിസ്റ്റൻസ് അല്ല, കപ്പാസിറ്റർ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഇത് കിട്ടിയേനെ. പക്ഷേ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിൽ കൂടിയുള്ള ഇങ്ങനെയുള്ള like this we will get almost AC voltage we will get. ഇനി ഇത് ഒരു ട്രാൻസിസ്റ്ററിൽ നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ റിയലൈസ് ചെയ്യുന്ന ഞാൻ വേണമെങ്കിൽ ഒന്ന് ചിത്രം വരച്ച് കാണിക്കാം. ബ്രിഡ്ജ് റെക്ടിഫയർ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഡയോഡ് ഇവിടുന്ന് എടുക്കുന്നു. ഡയോഡിൻ്റെ ഈ പോയിന്റ് നിന്ന് എടുത്തതിന് ശേഷം ഡയോഡിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ ഇതേ ലൈനിൽ നിന്ന് എടുക്കരുത് കേട്ടോ. ഒരേ പോയിന്റ്, ഓക്കെ, ഒരേ പോയിന്റിൽ തന്നെ ഓക്കെ അടുത്ത ലൈൻ നമ്മൾ എടുക്കുന്നു. ഓക്കെ, വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം. ഓക്കെ, നമ്മുടെ സർക്യൂട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ജസ്റ്റ് 4 പോയിന്റുകൾ ഇങ്ങനെ വരച്ചിടാം. നോക്കുക, അതിൻ്റെ എൻ സൈഡുകളെല്ലാം പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരേ സൈഡിലേക്കാണ്. എൻ സൈഡ്, പി സൈഡുകളെല്ലാം ഒരേ സൈഡിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് രണ്ടിൻ്റെയും പിയും ഒരേപോലെ ജോയിൻ്റ് ആയിരിക്കുന്നു. ഞാൻ വേറൊരു ഡയോഡ് എടുക്കുന്നു. സേ ദിസ് ഈസ് അനദർ ഡയോഡ്. ഓക്കെ, പക്ഷെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് വേറൊരു പോയിന്റിലേക്കാണ്, വേറൊരു ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത്. രണ്ടും ഒരേ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇനി അതിൻ്റെ എൻഡിൽ നിന്ന് ഇതിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത ഡയോഡ് എടുക്കുന്നു. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് പോയിന്റ്, ദിസ് ലൈൻ. ഓക്കെ, നൗ ഇതിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത ഡയോഡ് എടുക്കുന്നു. ഈ പോയിന്റ് അതിന് പാരലലായിട്ടുള്ള അതിന് തൊട്ടടുത്തുള്ള അത് ലൈൻ എടുത്താൽ മതി. കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് കണക്ഷൻ വരണമെങ്കിൽ ഇതേ ലൈനിലുള്ള ഇവിടെ പോയിന്റിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡയോഡുകളുടെ ഈ രണ്ട് ടെർമിനൽ കോണ്ടാക്റ്റിലാണ്. ഇതും പരസ്പരം കണക്റ്റഡ് ആണ്, ഇതും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഏത് പോയിന്റുകളിലേക്കാണ് പോസിറ്റീവും നെഗറ്റീവ് പിയും എന്നും കൂടി ജോയിൻ ചെയ്യുന്നത് നോക്കിയേ. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 2 പി ആണ് വരുന്നത്, ഇവിടെ 2 എൻ ആണ് വരുന്നത്. ഈ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൂടി വരുന്നു. അപ്പം നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ 1 കൊണ്ട് കണക്ട് ചെയ്യേണ്ടത് ഇതാ ഇതിലാണ്. ഇതിൽ കണക്ട് ചെയ്യുന്നാൽ ഇവിടെ എന്നും പിയും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സൈഡിൽ. മറ്റേ എൻ്റെ എവിടെ കൊണ്ട് കണക്ട് ചെയ്യണം? ഇവിടെ എന്നും പിയും കൂടി കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു സൈഡ് ഉണ്ടല്ലോ. ഓക്കെ, യു ക്യാൻ കണക്ട് ലൈക്ക് ദിസ്. യെസ്. നൗ എങ്ങനെ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം? ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പി സൈഡുകൾ ജോയിൻ ചെയ്യുന്നതിൻ്റെയും എൻ സൈഡ് ജോയിൻ ചെയ്യുന്നതിൻ്റെയും തമ്മിൽ ഇതിന് പാരലായിട്ട് ഇങ്ങനെയാണ് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്, RL. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നേരിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പീസ് ചേരുന്ന ഈ സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്തു.
ഒരു വയർ ഉപയോഗിച്ചൊരു കണക്ഷൻ എടുത്തു ഇവിടെ കൊടുത്തു. ഇനി എന്നുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ എൻഡിലെ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഇതാ ഇവിടേക്ക് കൊടുത്തു. ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് this is load resistance R. ഇപ്പോൾ ബ്രെഡ് ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ വിധത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ ആ എൻ എൻഡുകളെല്ലാം, അതായത് ഈ മാർക്ക്ഡ് ഫേസ് എൻ എൻഡുകളെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. ഇതിൽ ഇങ്ങനെയുള്ള കണക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ സർക്യൂട്ട് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ എല്ലാ കേസിലും റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് VAC/VDC. ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ടിലെ ലോഡ് റെസിസ്റ്റൻസിന് പകരം നമുക്ക് ഓരോരോ സിംഗിൾ റെസിസ്റ്റൻസ് വെക്കുന്നതിന് പകരം നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബോക്സിൽ 100, 200, 300, 400, 500 എന്നൊക്കെ പറഞ്ഞ ഓർഡറിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. 10,000 ഒക്കെ വരെ എത്രത്തോളം റീഡിംഗ് എടുക്കുക അത്രത്തോളം എടുക്കുക. അതിന് അക്രോസ് സൈഡിൽ AC വോൾട്ടേജ് മെഷർ ചെയ്യുക. ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് സൈഡിൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ഏതെങ്കിലും ഒരു വോൾട്ടേജിൻ്റെ റേഞ്ചിൽ ഇട്ടതിന് ശേഷം അതിൽ AC DC ഓപ്ഷൻസ് മാറ്റാനുണ്ടാവും. AC പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC വോൾട്ടേജ് കിട്ടും, പ്രസ് DC കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ DC വോൾട്ടേജ്, രണ്ടും എഴുതിയെടുക്കുക. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിപ്പിൾ ഫാക്ടർ. സോ ദിസ് ഈസ്, നിങ്ങൾക്കറിയാം ഒരു ഫുൾ വേ റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.48 ആണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരിക്കലും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.48 കുറയില്ല, 0.48 കൂടുതലേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ UPSൻ്റെ ഔട്ട്പുട്ടൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നത്, UPS ഔട്ട്പുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിലും കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് എ ബ്രിഡ്ജ് റെക്ടിഫയർ ആൻഡ് earlier one is full wave rectifier using 2 diodes. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. വിത്ത് ഫിൽറ്റർ ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ നിങ്ങൾക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.